വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചേച്ചി, പീരീഡ് ആകുന്നത് പോലുള്ള വേദന തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അത് പീരീഡ്സ് ആകാൻ തന്നെയാണോ, പ്രഗ്നൻസിയുടേതാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുടെ കമൻസ് നമ്മുടെ ചാനലിൽ ദിവസേന എന്നപോലെ കാണാറുണ്ട്. അപ്പോൾ ലൈവിലും ഒക്കെ കാണാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് പീരീഡ്സിന്റെ സിംറ്റം ആണോ പ്രഗ്നൻസി സിംറ്റം ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്? അല്ലെങ്കിൽ എങ്ങനെ ഡേറ്റിനേക്കാളും മുൻപ് തന്നെ ഈ പീരീഡ്സ് പോലുള്ള വേദന വരുന്നു? അത് 10% പീരീഡ്സ് ആകാനാണോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആയതിൻ്റെ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി ടൈമിൽ ഒരു സ്ത്രീക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ നേരത്തെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്ന സോക്കോൾഡ് ആയിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇന്ന് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉണ്ടാകുന്നില്ല. അതായത് വോമിറ്റിങ്, തലകറക്കം, എക്സ്ട്രീം ടയർഡ്നെസ്, അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ പല സ്ത്രീകൾക്കും ഉണ്ടാകാറില്ല. നേരെ മറിച്ച് ഹാർട്ട് ബേൺ ഉണ്ടാവുക, നമുക്ക് നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിൾ, അല്ലെങ്കിൽ വിചിത്രമായിട്ട് സ്വപ്നങ്ങൾ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ബൾജ് ചെയ്തിട്ട് സ്കിന്ന് വരിക, അല്ലെങ്കിൽ വെയിൻസ് നന്നായിട്ട് തെളിഞ്ഞു വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് പ്രഗ്നൻസിയുടേതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഡേറ്റ് മിസ്സാകുന്നത് വഴി തന്നെയാണ് കേട്ടോ. എപ്പോഴും അപ്പോൾ ഡേറ്റ് മിസ്സാകുന്നുണ്ടെങ്കിൽ 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്ക് പീരിയഡ് ലൈക്ക് ക്രാംസ് ഉണ്ടാകുന്നുണ്ട്. അത് പീരിയഡ്സിൻ്റെതാണോ പ്രഗ്നൻസിയുടേതാണോ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ആദ്യം പീരിയഡ്സിന്റെ ക്രാംസ്, പീരിയഡ്സ് ആവുന്നതിന് മുൻപ് നമുക്കുണ്ടാകുന്ന ക്രാംസ്, അത് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നും എന്താണ് അതിന്റെ റീസൺസ് എന്നും നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പീരിയഡ്സിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ബ്ലഡ് വരാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് അനുഭവപ്പെടുന്ന വളരെ നേർത്ത ഒരു വേദന ഉണ്ടാകുന്നു. നോർമലി ഈ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത് യൂട്രസിന്റെ ടിഷ്യൂസ് ഒക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് യൂട്രസിലെ വേദന ഉണ്ടാവുകയും പീരിയഡ്സ് ബ്ലീഡിംഗ് ആയിട്ട് തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു കേട്ടോ. യൂട്രസിന്റെ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ഷെഡായി പോകുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ഇൻഫ്ലമേഷനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഇതാണ് പീരിയഡ്സിന്റെ വേദനയുടെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി പ്രഗ്നൻസി ടൈമിൽ എന്തുകൊണ്ട് പീരിയഡ്സ് പോലുള്ള ഒരു വേദന നമുക്കുണ്ടാകുന്നു എന്ന് നോക്കാം. പ്രഗ്നൻസി ടൈമിൽ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നു. നേരത്തെ നമ്മൾ ജനിച്ച സമയം മുതൽ അല്ലെങ്കിൽ നമ്മളൊരു പ്യൂബർട്ടി സ്റ്റേജ് എത്തിയ സമയം മുതൽ ഉണ്ടായിരുന്ന ഒരു യൂട്രസ്, അതിന്റെ ഒരു വളരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ യൂട്രസിന്റെ വീഡിയോ ഒക്കെ, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. യൂട്രസിന്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ള ഒരു അവയവമാണ്. ഇത് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുവാണ്. നമ്മളിപ്പോൾ കൈ നല്ലതുപോലെ ചുരുട്ടി പിടിച്ചേക്കാന്ന് വിചാരിക്കുക. ഇത് നല്ല പ്രഷറിൽ നമ്മൾ തന്നെ കൈക്ക് ഇങ്ങനെ ബലം പിടിച്ച് അതിങ്ങനെ തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ശരീരത്തിൽ എടുക്കുന്ന ഒരു പ്രഷറില്ല, കൈവിരൽ നിവർത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രഷറില്ലേ, ഇതേ പ്രഷറാണ് യൂട്രസ് പുറമേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അതിന് ചുറ്റുമുള്ള ശരീരാവയവങ്ങൾ കീഴ്പോട്ടേക്കുള്ള ഭാഗത്തും ഇതുപോലൊരു പ്രഷറും ഡിസ്കംഫോർട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നത് പീരിയഡ്സ് ലൈക്ക് ക്രാംസിന്റെ ഫോമിലായിരിക്കും. ഇത് പല ശരീര അവയവങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. എപ്പോഴും അടിവയറിന്റെ ഭാഗത്ത് മാത്രമായിരിക്കില്ല. നമ്മുടെ ലോവർ ബാക്കിന്റെ പോർഷൻ, നമ്മുടെ നടുവിന്റെ ഏറ്റവും പുറത്തിന്റെ ഏറ്റവും പോർഷനിലെ, അതായത് ആ ഒരു കറക്റ്റ് വന്ന് എൻഡ് ആകുന്ന ഒരു പോർഷനിൽ നമുക്ക് വേദന ഉണ്ടാക്കാം. ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് നമുക്ക് വേദന ഇങ്ങനെ കുത്തി വരുന്നത് പോലെ തോന്നാം. അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്ത് ചില സ്ത്രീകൾക്ക് പീരിയഡ്സ് തുടങ്ങുന്ന സമയത്ത് ഇടുപ്പിന്റെ ഭാഗത്ത് വേദന ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടുപ്പിന്റെ പോർഷനിലെ ഇടത്ത് സൈഡിലോ വലത്ത് സൈഡിലോ ഉണ്ടാകും. ഇംപ്ലാന്റേഷൻ നടന്നത് ഏത് ഭാഗത്താണോ അതിന്റെ ആ ഒരു സൈഡിൽ തന്നെ ആയിരിക്കും നോർമലി ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ മറ്റു ചില സ്ത്രീകൾക്കൊക്കെ ആ ഒരു സൈഡ് നോക്കാതെ തന്നെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് തുടർച്ചയായിട്ട് വേദന ഉണ്ടാകും കേട്ടോ. ഈ 3 ശരീരാവയവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വേദന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പീരിയഡ്സിൻ്റെതാണോ പ്രഗ്നൻസിയുടേതാണോ എന്ന് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ എഴുതി തയ്യാറാക്കി വെച്ചതനുസരിച്ചിട്ട് ഒരു 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വരുന്ന പീരിയഡ് പോലെ വേദന വരുന്നുണ്ട് പക്ഷെ ബ്ലീഡിങ് വരുന്നില്ല, ഇത് പീരിയഡ്സിൻ്റെതാണോ പ്രഗ്നൻസിയുടേതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ടൈമിംഗ് ആണ്. പീരിയഡ്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു വേദന ഉണ്ടായതെങ്കിൽ ഒരു 2-3 ഡേയ്സ് മുൻപ് നമുക്ക് ഈ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു 3 ദിവസത്തിന് ശേഷം തന്നെ പീരിയഡ്സ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു വേദന എൻഡ് ആവുന്നത്. അതായത് ഈ ഒരു വേദന ഇങ്ങനെ വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നാളുകളൊന്നും നമുക്ക് ഈ ഒരു വേദന ഉണ്ടാവില്ല. ഒരു 10 ദിവസമൊന്നും ഈ വേദന അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യാൻ പോണില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ഡേയ്സിനകത്ത് തന്നെ ബ്ലീഡിങ് ഉണ്ടാകും. പീരിയഡ്സ് ആണ് നമുക്ക് വരാനുള്ളതെങ്കിൽ. ഇനി വരാനായിട്ട് പോകുന്നത് പ്രഗ്നൻസി ആണെങ്കിൽ ഈ ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട്
പോയിക്കൊണ്ടിരിക്കും. കാരണം യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുവാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയമൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിലൊക്കെ ഈ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് നല്ലോണം ഉണ്ടാകും. ബ്ലഡ് എവിടെയോ വന്ന് കെട്ടി നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു സെൻസേഷൻ ആയിരിക്കും കേട്ടോ എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്കിത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഏറ്റവും ആദ്യത്തെ സമയത്ത് എന്താണ് പീരിയഡ്സ്, എന്താണ് പ്രഗ്നൻസി എന്നൊന്നും മര്യാദക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത്, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാത്ത സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാണ് കേട്ടോ. ഒരു ക്രാംസ് ഉണ്ടായി, പീരിയഡ്സ് പ്രഗ്നൻസി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പലർക്കും ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫീൽ ചെയ്യാം. പ്രഗ്നൻസി ആണ് നമുക്ക് ഉണ്ടായതെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും പീരിയഡ്സ് വരാത്ത ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. നേരെ മറിച്ച് പീരിയഡ്സ് ആണ് വരേണ്ടതെങ്കിൽ ഒരു 2-3 ഡേയ്സിനകത്ത് തന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകുന്ന ലൊക്കേഷൻസ് ആണ്. പീരിയഡ്സിന്റെ ക്രാംസ് നോർമലി ഉണ്ടാകുന്നത് ലോവർ അബ്ഡമന്റെ അടിവയറിന്റെ പോർഷനിലാണ് ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നത്. അതല്ലെങ്കിൽ നേരെ മറിച്ച് ഇടുപ്പിന്റെ ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യാം. ഇനി പ്രഗ്നൻസിയുടേതാണെങ്കിൽ ഇടുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവാം, ലോവർ ബാക്കിൽ ഉണ്ടാകാം, അതുപോലെ അടിവയറിന്റെ പോർഷനിൽ നമുക്കിത് ഫീൽ ചെയ്യാം കേട്ടോ. കൂടുതലും ലോവർ അബ്ഡമനിലും അതുപോലെ നമുക്ക് ആ ഒരു ഇടുപ്പിന്റെ പോർഷനിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും, അങ്ങനെ ബാക്കിന്റെ പോർഷനിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സിംറ്റംസ് വെച്ചിട്ടാണ്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഓൾറെഡി ഉള്ള ആളുകളുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ബ്രസ്റ്റിന് ഹെവിനെസ് ഉണ്ടാവുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വേദനയോടൊപ്പം എല്ലാ മാസവും ഉണ്ടാകുന്ന പ്രിമെൻസ്ട്രൽ സിംറ്റംസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രഗ്നൻസി അല്ല, പീരിയഡ്സ് ആയതിന്റെ ആയിരിക്കും കേട്ടോ. നേരെ മറിച്ച് ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് ഒരുപാട് സിംറ്റംസ് വരുന്നുണ്ട്. അത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത സിംറ്റംസ് ആണ്. അതായത് നമുക്ക് ബ്രസ്റ്റില് നിപ്പിളില് ചേഞ്ചസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുക, വിശപ്പ് കൂടുതലായിട്ട് ഉണ്ടാവുക, തലവേദന, അങ്ങനെയുള്ള വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് മിസ് ആയി കഴിഞ്ഞ് നമുക്ക് പ്രഗ്നൻസിയുടേതാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് സിംറ്റംസിന്റെ ചേഞ്ചസ് വരുന്നത്. ഇനിയിപ്പോൾ സിംറ്റംസ് ഞാൻ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് പേർക്ക് ബ്ലീഡിംഗ് ഒക്കെ ലൈറ്റ് ആയിട്ട് ഉണ്ടായിട്ടും ആദ്യത്തെ 1-2 ദിവസമൊക്കെ അത്യാവശ്യം ഒരു പാഡൊക്കെ ചേഞ്ച് ചെയ്യുന്ന രീതിക്ക് ഫ്ലോ ഉണ്ടായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്ന ആളുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ്. പീരിയഡ്സിന്റെ വേദനയാണ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ ആദ്യത്തെ ഒരു നേരം ഇത് ഉണ്ടാകുമ്പോൾ കുറവായിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഗ്രാജുവലി ഈ ഒരു പെയിൻ കൂടാനായിട്ട് തുടങ്ങും. അതിന്റെ ഡെപ്ത്, ആ വേദന ഉണ്ടാകുന്നതിന്റെ ഡെപ്ത് വളരെയധികം കൂടുതലായിരിക്കും കേട്ടോ. നേരെ മറിച്ച് പ്രഗ്നൻസിയിലാണ് നമുക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പ്രഗ്നൻസിയുടേതാണ് ഈ ഒരു ക്രാംസ് ഉണ്ടായതെങ്കിൽ അതൊരിക്കലും ഹെവി ആയിട്ട് കൂടുന്ന തരത്തിലുള്ളതായിരിക്കില്ല. കുറച്ച് നേരം ഉണ്ടാകും, പിന്നെ നമുക്ക് ഉണ്ടാവില്ല, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകും, പിന്നെ ഉണ്ടാവില്ല, അങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അതൊരിക്കലും അതിശക്തമായിട്ടുള്ള ഒരു വേദനയായിട്ട് ഫോം ചെയ്യാനായിട്ട് ചാൻസ് കുറവാണ്. ഇനി അത് അതിശക്തമായിട്ടുള്ള വേദനയാകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബ്ലീഡിങ് വരുന്നില്ല, അതിശക്തമായിട്ടുള്ള വേദനയാകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് ട്യൂബൽ പ്രഗ്നൻസി ആയി പോയി കഴിഞ്ഞാലും ഇതുപോലെ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നോർമലി ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള ക്രാംസ് ആണ് നമുക്ക് വന്നതെങ്കിൽ അതിന്റെ വേദനയുടെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഒരുപാട് ഹെവി ആയിട്ടുള്ള വേദനയൊന്നും ഉണ്ടാവില്ല. ഒരുപാട് മണിക്കൂറുകളൊന്നും ആ ഒരു വേദന ലാസ്റ്റ് ചെയ്യാനായിട്ട് പോവില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. ഈ ഒരു വേദന വന്നിട്ട് ഒരു 2-3 ഡേയ്സ്, മാക്സിമം ഒരു 5 ദിവസം വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ 5 ദിവസത്തിനകത്ത് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് പീരിയഡ്സിന്റെ തന്നെയാണെന്ന് 200% നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു 5 ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ടും പീരിയഡ്സ് വരുന്നില്ലെങ്കിൽ പ്രഗ്നൻസിയുടേതാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അവിടെ നമുക്കൊരു മാറ്റമായിട്ട് വരുന്നത് ഇൻ കേസ് ആ ഒരു സമയത്ത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വന്നാലോ, അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റാത്തത്. നോർമലി ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് പീരിയഡ്സ് ബ്ലീഡിങ്ങിനെ അപേക്ഷിച്ച് കൂടുതൽ ക്ലോട്ട്സ് ഒന്നും ഇല്ലാത്ത, ഒരുപാട് ഹെവി ആയിട്ട് പോകാത്ത ഒരു ബ്ലീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാംസ് ഒക്കെ ഉണ്ടായിട്ട് ചെറുതായിട്ടൊരു ബ്ലീഡിങ്, ഒരു ചെറിയ സ്പോട്ടിംഗ് ഒക്കെ പോലെ പിങ്ക് കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലാണെങ്കിലും വളരെ കുറച്ച് മാത്രമേ പോകുന്നുള്ളൂ. ക്ലോട്ട്സ് ഒന്നും ആയിട്ട് അത് ഫോം ആകുന്നില്ലെങ്കിൽ അത് ഇംപ്ലാന്റേഷന്റെ ബ്ലീഡിംഗ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് പോകുന്ന രക്തത്തിന്റെ അളവ് അത് എത്രയാണെന്നുള്ള കാര്യവും കൂടി നമ്മൾ മോണിറ്റർ ചെയ്യണം. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് ആ ഒരു ബ്ലീഡിംഗ് ഉണ്ടായതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം അത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കിട്ടിയിട്ടും നമുക്ക് ഹെവി ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് പറയണം. ട്യൂബൽ പ്രഗ്നൻസി ആയി പോകാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ പീരിയഡ്സിലായി ക്രാംസ് ഉണ്ടാവുന്നത് പ്രഗ്നൻസി ആയതുകൊണ്ടാണോ പീരിയഡ്സ് ആയതുകൊണ്ടാണോ എന്ന് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ ക്രാംസ് ഇല്ലെങ്കിലോ വേറെ ഒരു സിംറ്റംസോ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.
ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.